ഹലോ മൈ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഡഗ്ലസ് ഫിർ എന്ന് പറഞ്ഞ ട്രീ ആണിത്. ഇതിൻ്റെ ബാർക്ക് വെച്ച് ചെയ്ത് കാണാൻ നമുക്ക് സാധിക്കുന്നത് ഇങ്ങനെ ട്രീ ആണെന്ന്. ഈ ട്രീക്കൊക്കെ ഈ സുഡോസ്റ്റിക്ക എന്നാണ് ഇതിൻ്റെ ലാറ്റിൻ പേര്. ഇതിൻ്റെ ഹൈറ്റ് നോക്കി ഇതിന് ഹൈറ്റ് 80 to 100 മീറ്റർ വരെ ഹൈറ്റ് വരും. 300 to 350 വരെ ഹൈറ്റ് വരും ഇതിന്. പിന്നെ ഇതിന് ഇയർ ചിലപ്പോൾ ഇത് 80 കൊല്ലം 100 കൊല്ലമാണ്. ഈ ട്രീ 80 കൊല്ലം പഴക്കമുള്ള ട്രീ ആണ്. 75-80 കൊല്ലം പഴക്കമുള്ള ട്രീ ആണ്. ഇത് ഞാൻ കട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പം ഇതിൻ്റെ ഇതിൻ്റെ കാ കണ്ട് അതിൻ്റെ സ്ഥിതിയാണ്. ഇതിൻ്റെ കാ ഇതാണ്. ഇതിൻ്റെ വിത്തുകളാണ്. ഈ വിത്ത് ഇതാണ് വിത്ത്. ഇത് വിത്തിന് ഇതാണ്. ഈ വിത്താണ്. ഇതിൽ നിന്നാണ് ഇത് ചിലപ്പോൾ ചില കിളികൾ തിന്നാറുണ്ട്, അണ്ണാൻ തിന്നാറുണ്ട്. പിന്നെ ചിലർ പറയുന്നത് കേട്ട് ഈ വിത്ത് കൊണ്ട് ഇവർക്ക് പല മെഡിസിൻ ഉണ്ടാക്കാൻ കൊള്ളും. പിന്നെ ഇത് തേൻ ചേർത്ത് കഴിക്കാൻ സാധിക്കും. പിന്നെ ഇത് പക്ഷികൾ മണ്ണാനും ഒക്കെ ഇത് കഴിക്കുന്നതാണ്. ഈ മരം വളർന്നുള്ള മരമാണ്. ഇത് ഞാൻ വെക്കാൻ പോവാണ്. അപ്പം ഇതിനെപ്പറ്റി കൂടുതലുള്ള വിവരങ്ങൾ വെട്ടുന്നതെന്ന് വെച്ചാൽ അവർ ആദ്യം കയറി അബോറിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ട്രെയിൻഡ് ആൾക്കാരാണ് ഈ മിക്കവാറും മരം വെട്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. അവരിത് കയറി ഇതിൻ്റെ ഓരോ ശിഖരവും വെട്ടി അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് മെഷീനിൽ പോയി അത് കഴിഞ്ഞ് മേളിൽ നിന്ന് മുറിച്ച് പീസായിട്ടാണ് മാറുന്നത്. ഇതിൻ്റെ ഓരോ സിസ്റ്റവും ഞാൻ ഈ വീഡിയോ പിന്നാലെ കാണിക്കുന്നുണ്ട്. ഈ മിക്കവാറും നോർത്ത് അമേരിക്കയിലെ എസ്പെഷ്യലി BCയിലും കാലിഫോർണിയയിലും ഹില്ലി ഏരിയയിലും നദീതീരങ്ങളിലുമൊക്കെ ഈ മരം കാണാൻ സാധിക്കും. ഈ മരം ഇതിൻ്റെ തൊലിച്ചടിയിൽ ഒരു നല്ല മണമുണ്ട്. ഒരു ചെറിയ ദ്രാവകം ഉണ്ടാകും, സ്രവം. അത് കരടി കുടിക്കാറുണ്ട്. അതിനെപ്പറ്റി നല്ലൊരു മരമാണ്. ഇത് ഫർണിച്ചറുകൾ ഉണ്ടാക്കാൻ മറ്റ് പല കാര്യങ്ങൾക്ക് ഇതിൻ്റെ കുട്ടി ഉപയോഗിക്കും. വളരെ സ്ട്രോങ് വുഡാണ്. ഇത് കട്ട് ചെയ്യുന്ന രീതിയിൽ കൂടുതൽ കാണിക്കാം. ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് വേറെ പല ട്രീയുടെ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഞങ്ങളുടെ പറമ്പിലുള്ള ട്രീയാണ്. അതിനകത്ത് 2-3-4 ട്രീകളുണ്ട്. ഇതെല്ലാം വളരെ ഓൾഡാണ്. അവിടെ ഒരു ട്രീ ഉണ്ട്, ഇവിടെ ഒരു ട്രീ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ട്രീ ഉണ്ട്. ഇതെല്ലാം വളരെ ഓൾഡ് ട്രീകളാണ്. ഇന്ന് ഞങ്ങൾ ഒരു ട്രീ വെട്ടാൻ പോകണം. ഈ ട്രീ ഞങ്ങൾ വെട്ടാൻ പോവുകയാണ്. ആ വെട്ടുന്ന രീതികൾ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താങ്ക് യു. മരത്തിലേക്ക് കയറാൻ ഉപയോഗിക്കുന്ന ക്രെയിനാണ് കാണുന്നത്. അവരത് സെറ്റ് ചെയ്ത് കയറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ട്രെയിനിലേക്ക് കയറി ഓരോ ശേഖരങ്ങളും മുറിച്ചാണ് മുകളിലോട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് മേളിൽ നിന്ന് കട്ട് ചെയ്ത് താഴെ വരും. ഇപ്പം നമുക്ക് കാണാം. ബ്രാഞ്ചസും ഈ ബ്രാഞ്ച് മുറിക്കുന്നതെല്ലാം ഈ കരടി എന്ന മെഷീൻ്റെ കയറ്റി വെക്കുകയും ബ്രാഞ്ച് മുറിക്കാൻ അത് കെട്ടിലൂടെ ആക്കി പൊടിയാക്കി ഇപ്പൊ നമുക്ക് ഓരോ ബ്രാഞ്ചുകളും മുറിച്ച് ഈ കട്ട് ചെയ്യുന്ന റിസ്റ്റ് മേളിലേക്ക് പോവുകയാണ്. മേളിൽ ചെന്ന് എന്നിട്ട് പിന്നെ ഓരോ ഫീസാക്കി താഴോട്ട് വർക്ക് ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഇവർ ഈ ട്രീ മുറിക്കുന്നത് വളരെ എക്സ്പീരിയൻസും ക്വാളിഫൈഡുമാണ്. ലൈസൻസ് ഇവർ മുറിക്കുന്ന ഓരോന്നും സിസ്റ്റം ബൈ സിസ്റ്റമാണ്. ഇവർക്ക് ട്രീയെ പറ്റി വളരെ ഇൻഡെപ്ത് നോളജ് ഉണ്ട്. ഓരോ ട്രീയുടെ സെൻസസ് അവർക്കറിയാം. ചെയ്ത് ഷോപ്പായിട്ട് ചെയ്ത് വളരെ ഒരു ബ്രാഞ്ചോ ഒരു ലീഫ് പോലും പുറത്തു വിടാതെ സൂക്ഷ്മതയോടെ അവരെ കൾട്ടി ചെയ്ത് ട്രക്കിൽ ലോഡിങ്ങോടെ ചെയ്യുന്നത്. എപ്പോഴും ഗോയിങ് സൈറ്റ് ചെയ്ത്
കുടിക്കാനാണ് ഒരു പീസ് പോലും അടുത്ത ബിൽഡിങ്ങിലോ പറമ്പിലോ വീഴാതെ വളരെ സൂക്ഷ്മതയോടെയാണ് ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത്. യാതൊരു ഇൻസിഡന്റ്, വളരെ സേഫ് ട്രെയിൻഡ് ആണ് ആൾക്കാരെ. അതുകൊണ്ട് അപകടങ്ങൾ വളരെ കുറവാണ് ഇവരുടെ ജോലി ചെയ്യുമ്പോൾ. പറമ്പിൽ ഇതുപോലെ ബ്രാഞ്ചുകൾ മുറിക്കുകയും ഇപ്പം മേളിൽ നിന്ന് ഓരോരോ പീസ് മുറിച്ച് മുറിക്കുന്നതെല്ലാം അത് പ്രത്യേകിച്ച് അറേഞ്ച് ചെയ്ത മേളുള്ള താവത്ത് വഴി എല്ലാം കുറച്ച് സ്പെഷ്യലിയായിട്ട് ഹൈവേ ചെയ്യുകയാണ്. ഓരോന്നോരോന്ന് മുറിച്ച് മുറിച്ച് താവത്ത് വിടുകയാണ്. മേളിൽ തൊട്ട് താഴെയുള്ള ഓരോ മെയിൻ തടി മുറിച്ച് വിട്ടായിട്ട് വിടുകയാണ് ചെയ്തത്. ഈ ഡഗ്ലസ് ഫെറ ഈ BC-യിലാണ് കൂടുതലുള്ളത്. BC-യിലും കാലിഫോർണിയ കൂടുതലുള്ളത്. ഇത് വളരെ ഉയരത്തിൽ പോകില്ല. കാരണം ഈ സൂര്യപ്രകാശം ശരി കിട്ടുന്നതാണ് നേരെ മുകളിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. വളരെ നീളം എന്ന് പറഞ്ഞാൽ എബോ 100 മീറ്റർ വരെ വളരെ യൂസിലാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ ഡിമാൻഡില്ലാത്ത കാരണം ഇത് പയറുകൂടായിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് മേളിൽ നിന്ന് ഈ ഭരണത്തിൽ ഉപയോഗിച്ച സ്റ്റവ് താഴെ സ്റ്റവ് ഉപയോഗിക്കും.